അപ്പോൾ നമ്മളിന്ന് കല്യാണക്കുറി സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഷോപ്പിൽ വന്നതാണ്. കുറേ കളക്ഷൻസ് ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഓരോന്ന് നമ്മളിങ്ങനെ നോക്കുവാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്, മനസ്സിന് ഇഷ്ടപ്പെടുന്നത്. ഇപ്പം വിഘ്നേശ്വരൻ്റെ ഒരു കാർഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഒരു കാർഡല്ല, 2 കാരണം വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നതല്ലേ. അപ്പം ഗണപതിയെ തന്നെ വെക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാർഡാണ് നമ്മളൊന്ന് സെലക്ട് ചെയ്തത്. ഈ ഒരെണ്ണവും ഇതെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാം, പിന്നെ ഫ്രണ്ട്സിന് കൊടുക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയത് ഈ ഒരു കാർഡ്. അങ്ങനെ 2 കാർഡാണ് നമ്മൾ ഒന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് അടിക്കാൻ കൊടുത്തിരുന്നത്. അത് 2 സെലക്ട് ചെയ്ത് നമ്മളെല്ലാം പ്രിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തു. ഇനി ലെറ്റർ കിട്ടിയിട്ട് വേണം നമുക്കിനി കല്യാണം വിളി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ലെറ്ററൊക്കെ അടിച്ച് കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കല്യാണം വിളിക്കാൻ പോകുന്ന വിശേഷങ്ങളാണ്, കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളപ്പം വീണ്ടും സെക്കൻഡ് റൗണ്ട് ഇറങ്ങിയേക്കുവാണ്. നേരത്തെ കുറേയൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പോയി, ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന്. ഇപ്പോഴാണ് വീണ്ടും നാട്ടെ ഇപ്പം സമയം 4:45. ഞാനങ്ങ് ഉറങ്ങാൻ പോയായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ വീണ്ടും വന്ന്. ഇപ്പം നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു പോകുന്നു. എന്നോട് പറഞ്ഞ് വീഡിയോസൊക്കെ എന്താ വീഡിയോസൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇടാത്ത എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, സമയമില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച ചെറിയൊരു തൊണ്ടവേന വന്നു. അപ്പോൾ ഈ ഒരു പറവറപ്പ് സൗണ്ടിനെ ഉണ്ടോ, അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പെൻഡിങ് ഇട്ടേക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ, അതൊക്കെ പതിയെ ഇടാം. ഞാൻ വെച്ച് ഈ വീഡിയോ അങ്ങ് ആദ്യം ഇടാമെന്ന് വിചാരിച്ച്. ഓൾറെഡി ഓൺ വോയിസിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതങ്ങ് അപ്ലോഡ് ചെയ്യാമല്ലോ, വേറെ കുഴപ്പമില്ലല്ലോ. മറ്റേതാണെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് ഒരിത് വരില്ല. ഇതിപ്പോൾ കാറിൻ്റെ AC ഓണാക്കി ഇട്ടേക്കുന്നൊരു ചെറിയൊരു ശബ്ദം, അതേ ഉള്ളൂ. കണ്ടോ, സൗണ്ട് ഞാൻ കേൾക്കുമ്പോൾ പറയാം സൗണ്ടൊക്കെ ഇത് ശരിയായി എന്ന് വരുമെന്തോ. അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ഇത് ശരിയാവാൻ കുറച്ച് ടൈം എടുക്കും. ചൂടുവെള്ളമൊക്കെ കാര്യമായിട്ട് കുടിച്ച് ശരിയാക്കി എടുക്കണം. ഹലോ, അപ്പം അന്ന് നിങ്ങൾ കണ്ടാണ് ഞാൻ കുറേ കല്യാണം വിളിക്കാൻ പോയത്. അത് കഴിഞ്ഞ് ഞാനൊരു 2-3 ഫ്രണ്ട്സിനെ കല്യാണം വിളിച്ചിട്ടുണ്ട്, പക്ഷെ വീട്ടിലൊക്കെ പോയി വിളിച്ചിട്ടുണ്ട്. പിന്നെ നാണ്ട ഒരു ചായക്കട, അവിടെ ചായയും കടിയും കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഞാനിപ്പം. അപ്പം റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ കല്യാണം വിളിക്കാൻ വന്ന ഞാൻ, പപ്പ, കണ്ണാച്ചേട്ടന് എല്ലാവരുമായിട്ടപ്പം പോകുന്ന വഴിക്ക് നമ്മളൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കുവാണ്. ചായയും പഴംപൊരിയും കഴിക്കുന്നത് മൈ ഫേവറേറ്റ് ആണ്. പഴംപൊരിയാണ് എൻ്റെ ഫേവറേറ്റ് സ്നാക്ക്. സോ അങ്ങനെ എൻജോയിങ് ഈവനിങ് ടൈം. അങ്ങനെ നമ്മൾ കല്യാണം വിളിക്കാൻ പോയൊരു വീട്ടിൽ അവരുടെ മതിൽ ഫുള്ള് ബൊഹൻവില്ല പൂത്ത് വയ്ക്കുന്നതിൻ്റെ ഭംഗി കണ്ടിട്ട് എടുത്തതാണ് ഞാൻ. പിന്നെ നമ്മളത് കഴിഞ്ഞ് വേറൊരു ദിവസം ഇനി കല്യാണത്തിന് മണ്ഡപത്തിച്ച് തരാനുള്ള നിലവിളക്കും അഷ്ടമംഗലിയും താലും ഒക്കെ വാങ്ങിക്കാനായിട്ട് നമ്മളിപ്പോൾ നേരെ മാന്നാറിലോട്ടാണ് പോകുന്നത്. മാന്നാർ എന്ന് പറയുമ്പം ഈ വിളക്കൊക്കെ വാങ്ങിക്കാൻ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കണ്ടോ, ഈ അവിടെ ഫുള്ള് വിളക്കാണ്. ആ മാന്നാറിൻ്റെ പ്രത്യേകത തന്നെ, എല്ലാ കടയിലും വിളക്കാണ്. അങ്ങനെ ഒരു കടയിൽ കയറി വിളക്കെടുത്ത്, ഇനിയിപ്പോൾ ഞാൻ കുറേ വിളക്ക് കാണിച്ച് അങ്ങനെ പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് റേറ്റ് ചോദിച്ചാൽ പറഞ്ഞു 1 കിലോ 1200 എന്ന് പറഞ്ഞു. അപ്പം കിലോ അനുസരിച്ചാണ് വില എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വിളക്കിൻ്റെ വെയിറ്റ് നോക്കും, എത്ര കിലോ ഉണ്ട് അതനുസരിച്ച് വെയിറ്റ്. അപ്പോൾ അവിടെ കാണിച്ച് താലം എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വേറൊരു കടയിൽ ഞാൻ ഈ ഒരു കടയിലോട്ട് കയറി. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പം ഇവിടെ എനിക്ക് താലമൊക്കെ ഇഷ്ടപ്പെട്ട്, ചന്ദനത്തിരി കുത്തുന്നത്, അങ്ങനെ അഷ്ടമംഗല്യം ഇത്ര 7 എണ്ണം കണ്ടല്ലേ. അപ്പോൾ അത് അത്ര നമ്മളവിടെ നിന്ന് സെലക്ട് ചെയ്തു, താലത്തിൽ വയ്ക്കാനുള്ളതെല്ലാം. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് റേറ്റ് ചോദിച്ചപ്പോൾ അവിടെ 1 കിലോയ്ക്ക് 1000 എത്രങ്ങാണ്ട് രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നല്ല ഡിഫറൻസ് മറ്റേ കടയായിട്ട് അങ്ങനെ പപ്പയെ വിളിച്ച് പറഞ്ഞപ്പോൾ പപ്പ എന്നോട് പറഞ്ഞു അവിടെ കരി മെറ്റൽസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, മോൾ അങ്ങോട്ട് പോയി നോക്ക്, അവിടെ എങ്ങനെ റേറ്റ് എന്ന് നോക്കാനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം കിലോയ്ക്ക് 850-900 രൂപ എന്തോ ഉള്ളു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഡിഫറൻസ് റേറ്റ്. അങ്ങനെ പിന്നെ ആദ്യം കയറിയ കടയിൽ നിന്ന് വിളക്കെടുത്തില്ല, പിന്നെ ഈ കരി മെറ്റൽസ് വന്ന് നമ്മൾ വിളക്കും വലിയൊരു ഉരുളിയും വാങ്ങിച്ചത്. അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്ന വീഡിയോസ് എല്ലാം കല്യാണ വിശേഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉടനെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും.